ഹലോ, നമസ്കാരം. എന്താണ് ശരിയായ വിശ്വാസം? പണ്ടൊരിക്കൽ ആരാധനാലയങ്ങളുടെ സമീപത്തിൽ ഒരു മദ്യ വ്യവസായി ഒരു വലിയ ബാറിന്റെ പണിയുണ്ട്. വിശ്വാസികളായിരുന്നെല്ലാം പറ്റി അയാളത് വകവയ്ക്കാതെ പണിയുള്ളൂ. വിശ്വാസികളായ ജനങ്ങൾ ആരാധനാലയത്തിൽ വന്ന് അത് നശിച്ചു പോകുവാനായി പ്രാർത്ഥിച്ചു, വഴിപാട് കഴിച്ചു. അങ്ങനെ ഇരിക്കെ ഈ പണിയുടെ അവസാന ഘട്ടത്തിൽ ഒരു വലിയ ഇടിമിന്നലുണ്ടായി. ആ കെട്ടിടം തകർന്നു വീഴുകയും ചെയ്തു. വ്യവസായിക്ക് ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചു. ഇത് കണ്ട് വിശ്വാസികളായിരിക്കുന്ന ജനങ്ങൾ സന്തോഷിച്ചു. അപ്പൊ വ്യവസായി വെറുതെ ഇരുന്നില്ല. അയാൾ ഇവർക്കെതിരെ കേസ് കൊടുത്തപ്പോൾ വ്യവസായിയുടെ വാദം, ഇവരുടെ പ്രാർത്ഥന കൊണ്ട് എന്റെ കെട്ടിടം നശിപ്പിച്ചു. അപ്പോൾ വിശ്വാസികൾ പറഞ്ഞു, ഇയാളെന്ത് മണ്ടത്തരമാണെന്ന് പറയുന്നത്, ഇയാൾ മണ്ടനാണോ? പ്രാർത്ഥന കൊണ്ട് ഈ കെട്ടിടം പൊളിക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയില്ല. അപ്പോ അത് കേട്ടിരുന്ന ജഡ്ജി ചിന്തിച്ചു, വളരെ വിചിത്രമായ വാദങ്ങളാണ്. കാരണം ഈ മദ്യവ്യവസായി അയാൾ പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ടെന്നും അതേസമയം വിശ്വാസികളായിരിക്കുന്ന ഈ ജനങ്ങൾ അവർക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമില്ല എന്ന് പറയുന്നു. വളരെ വിചിത്രമായ വാദം. ഇതാണ് മനുഷ്യൻ സാഹചര്യത്തിനനുസരിച്ച് ദൈവവിശ്വാസം മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഉണ്ടാകേണ്ടുന്ന ഒന്നല്ല ദൈവവിശ്വാസം.